നീ വാ, ആഹാരം കഴിക്കാം. അയ്യോ, എന്ത് പറ്റി മോനെ കൈക്ക്? കൈയൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞതാമേ. ഡോറ് തുറന്നപ്പോ പറ്റിയതാ. നോക്കട്ടെ. അത്രയ്ക്കൊന്നും ഇല്ല. അയ്യോ, നോക്കട്ടെ. അയ്യോ അമ്മേ, ഇത് ചെറിയൊരു മുറിവേ ഉള്ളൂ, സാരമില്ല. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം. അമ്മേ വേണ്ടമ്മേ, അതൊന്നും വേണ്ട. എന്നാ മോൻ വാ, ആഹാരം കഴിക്കാം. വാ. ആന്റി, ആന്റി വന്നിട്ടുണ്ടെന്നൊരു സ്റ്റാഫ് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. അതാ ഞാൻ ഓടി വന്നേ. വന്നിട്ട് അധികം ആയില്ല. ഇവന് ആഹാരം കൊണ്ട് വന്നതാ. രാജു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാറില്ലേ? ഏയ്, ഹോട്ടലിലെ ഭക്ഷണം ഒന്നും കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പേടിച്ചിട്ട് എങ്ങനെയാ അവിടെ നിന്നൊക്കെ ആഹാരം കഴിക്കുന്നേ? ഓർക്കപ്പുറത്ത് വയറിനിട്ട് പണി കിട്ടുന്നേ. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം വിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതാ, വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കാനും. അതാ ഇത് തമ്മിലുള്ള വ്യത്യാസം. ആന്റി, രാജുവിന്റെ മാരേജ് പ്രപ്പോസലൊക്കെ എവിടം വരെ ആയി? വിവാഹം ഉറപ്പിച്ചു. കേന്ദ്രമന്ത്രി കൃഷ്ണരാജ് സാറിന്റെ മകളാ. റോഷിനെ അറിഞ്ഞു കാണുമല്ലോ. ഞാനെല്ലാം അറിഞ്ഞു. കല്യാണത്തിന് മുമ്പ് ചില പൂജകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി എൻഗേജ്മെന്റ്, പിന്നെ കല്യാണം. മറ്റൊരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട്. രാജുവിന്റെ കല്യാണ ഡ്രസ് ഈ കമ്പനിയിൽ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം. ചെയ്യാം. ആന്റി, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനത് പറയട്ടെ? എന്താ മോളെ? ഞാനത് തുറന്നു പറയുമ്പോ ആന്റിക്കൊന്നും തോന്നരുത്. എനിക്കെന്ത് തോന്നാൻ, മോള് പറ. ഞാൻ വലിയ ബിസിനസ്സുകാരനായ തോട്ടത്തിൽ വിശ്വനാഥന്റെ മകളാണെന്ന് അറിയാലോ. അതൊക്കെ ഞാൻ എന്നെ അറിഞ്ഞതാ. മോള് കാര്യം പറ. ആന്റിയെ കണ്ടപ്പോ മുതല് എനിക്ക് എന്റെ അമ്മയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നേ. അതാ തുറന്നു പറയുന്നേ. എനിക്ക് രാജുവിന് വലിയ ഇഷ്ടോ. കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണം നടത്തിക്കൂടെ? ആന്റി എന്തു പറയുന്നു? മോഹിച്ചതൊക്കെ കൊള്ളാം, ഞാനതിന് തെറ്റൊന്നും പറയുന്നില്ല. കണ്ണിന് കാഴ്ചയുള്ള ഏത് പെണ്ണും എന്റെ മോനെ ഇഷ്ടപ്പെട്ടു പോവും. പക്ഷേ നടക്കില്ല മോളെ. ആ മോഹം അങ്ങ് ഉപേക്ഷിച്ചേക്ക്. തോട്ടത്തിൽ വിശ്വനാഥനല്ല കേന്ദ്രമന്ത്രി കൃഷ്ണരാജ്. അദ്ദേഹത്തിന് രാജ്യം മുഴുവനും സ്വത്തുള്ളതാ. അമ്മേ പറയട്ടടാ. കൃഷ്ണരാജിന്റെ ഏക മകളെയാ എന്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്നേ. നിന്റെ അച്ഛൻ എന്റെ മോനെ ബിസിനസ്സിൽ സഹായിച്ചിട്ടുണ്ടാവും. അതിന് എത്ര കാശ് വേണമെന്ന് പറഞ്ഞാ മതി, അതങ്ങ് തന്നേക്കാം. അമ്മേ, മനസ്സിൽ ഇത്ര ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇവിടെ വച്ചങ്ങ് മറന്നേക്ക്, കേട്ടോ? ആ കണ്ണുകൊണ്ട് എന്റെ മോനെ ഇനി നോക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്യരുത്. അവളുടെ ഒരു കല്യാണാലോചന. ചെല്ല്. സോറി ആന്റി. മോൻ വാ. ഈ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ശരിയാക്കി തരാം.